വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചമ്മന്തിപ്പൊടിയാണ്. ചമ്മന്തിപ്പൊടി എന്ന് വെച്ചാൽ ഇഡ്ഡലിപ്പൊടി, ഇഡ്ഡലീൻ്റെ ഒക്കെ കൂടെ കഴിക്കണ ഒരു പൊടിയില്ലേ, എണ്ണയൊക്കെ താളിച്ച് കഴിക്കണേ, ആ ചമ്മന്തിപ്പൊടി ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് വേണ്ട സാധനങ്ങൾ, ഒരു മിനിറ്റ് ഞാൻ ഗ്യാസ് ഒന്ന് കുറച്ചോട്ടെ. അതിന് വേണ്ട സാധനങ്ങൾ: അരി, ഏത് ടൈപ്പ് അരിയാണെങ്കിലും എടുക്കാം. ഞാൻ ഇപ്പോൾ റേഷൻ അരി എടുത്തിട്ടുള്ളത്. അതാകുമ്പോൾ പെട്ടെന്ന് അങ്ങനെ പൊട്ടി കിട്ടിക്കോളും, അരി വറുത്ത് കിട്ടിക്കോളും. നല്ല വറുത്ത പോലെ എടുക്കണം. പിന്നെ വേണ്ട ഉഴുന്ന് വേണം, പിന്നെ വറ്റൽമുളക് വേണം, വെളുത്തുള്ളി വേണം, കറിവേപ്പില വേണം, പിന്നെ ഉപ്പ് വേണം, പിന്നെ കായപ്പൊടി വേണം. ഇത്രയും സാധനങ്ങളാണ് ഇതിന് വേണ്ടത്. പിന്നെ പൊടിച്ചിട്ട് നമ്മൾ എണ്ണ സെപ്പറേറ്റ് തേച്ചിട്ട്, നല്ലെണ്ണ ആണെങ്കിലും വെളിച്ചെണ്ണ ആണെങ്കിലും അത് സെപ്പറേറ്റ് ഒഴിച്ചിട്ട് ഇങ്ങനെ ഇതാക്കിയിട്ടാണ് കഴിക്കാറ്. അപ്പോൾ ഇത്രയും സാധനങ്ങൾ വറുത്തെടുക്കണം. അരി ഇച്ചിരി വറുത്തതിന് ശേഷം ഉഴുന്ന് ഇതിലോട്ടിടണം, വറ്റൽമുളക് ഇടണം, കറിവേപ്പില ഇടണം, വെളുത്തുള്ളി ഇടണം. ഇത്രയും കണ്ടോ, ഇതുപോലെ നന്നായിട്ട് വറുത്തെടുത്താൽ മതി കേട്ടോ. എണ്ണ ഒഴിക്കുക, വെളിച്ചെണ്ണ ഒഴിക്കുക ഒന്നും ചെയ്യണ്ട. ചുമൊരു അടി കട്ടിയുള്ള ഒരു പാത്രത്തിൽ, ഇത് ഞാൻ വേഗം, ഈ പാത്രം തന്നെ വേഗം ചൂടായി കിട്ടും, അതുകൊണ്ട് ഞാൻ ഇങ്ങനത്തെ പാത്രം എടുത്തു കേട്ടോ. പക്ഷെ കരിയാൻ പാടില്ല. കുറഞ്ഞ തീയിൽ നന്നായി ഇതുപോലെ നന്നായിട്ട് വറുത്ത് എടുത്താൽ മതി. വേറെ ഒന്നും ചെയ്യേണ്ട, എണ്ണ ഒന്നും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. ഇങ്ങനെ നന്നായിട്ട് വറുത്തെടുത്തതിന് ശേഷം ഈ അരിയൊക്കെ ഇങ്ങനെ പൊട്ടി വരുമല്ലോ, ആ പാകമാകുമ്പോൾ ഓഫ് ചെയ്ത് വെച്ചാൽ മതി. എന്നിട്ട് മിക്സിയിലിട്ട് പൊടിച്ചെടുക്കുക. അത്രേ പണിയുള്ളൂ നമ്മുടെ ഈ ചമ്മന്തിപ്പൊടി റെഡിയാവാൻ. ഇനി ഇത് ചെയ്തതിന് ശേഷം, ചമ്മന്തിപ്പൊടി റെഡി ആയതിന് ശേഷം ഞാൻ കാണിച്ചു തരാം അപ്പോൾ എങ്ങനെ ചമ്മന്തിപ്പൊടി ഇരിക്കണതെന്നൊക്കെ. ഇത് ഇച്ചിരി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ പൊടിച്ച് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചാൽ എത്ര നാൾ വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം. ദോശ ചുടുമ്പോൾ, ഇഡ്ഡലി ചുടുമ്പോൾ, അങ്ങനത്തെ എന്ത് സാധനങ്ങൾ നമ്മൾ ഉണ്ടാക്കുമ്പോഴും, പെട്ടെന്ന് കറി ഉണ്ടാക്കാൻ സമയമില്ലാത്തപ്പോൾ നമുക്കിത് ഇച്ചിരി എണ്ണ ഉപയോഗിച്ചോ അല്ലെങ്കിൽ വെളിച്ചെണ്ണ ഉപയോഗിച്ചോ ഒക്കെ താളിച്ച് ഇങ്ങനെ ഞരണ്ടി എടുത്തിട്ടുണ്ടെങ്കിൽ ചമ്മന്തിപ്പൊടി റെഡിയാവും. ഞാൻ അതിന് മുന്നേ ഇത് ഉണ്ടാക്കിയിട്ടൊന്നുമില്ല, ഫസ്റ്റ് ടൈം അത് ഉണ്ടാക്കുന്നത്. എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. ഞാൻ ഇങ്ങനെ വീഡിയോസൊക്കെ കണ്ടിട്ട് ചെയ്ത് വെക്കണം. ഇതാകുമ്പോൾ പിള്ളേർക്ക് എളുപ്പമുണ്ടല്ലോ. നമ്മൾ സമയമില്ലാത്തപ്പോൾ ഒക്കെ നമുക്ക് സ്കൂളിലൊക്കെ ലഞ്ചിനൊക്കെ ചെയ്യുകയാണെങ്കിലും കൊടുത്തു വിടാം, ദോശൻ്റെ കൂടെ ഇഡ്ഡലിയുടെ ഒക്കെ കൂടെ. എൻ്റെ ഗൈസ്, ചമ്മന്തിപ്പൊടി പൊടിച്ചെടുത്തു. അതുപോലെ ഇരിക്കും പൊടിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ. ഇനി നമുക്ക് ഇച്ചിരി വെളിച്ചെണ്ണയോ നല്ലെണ്ണയോ ഒഴിച്ചിട്ട് ഇളക്കി എടുത്തേക്കാം കേട്ടോ. ഞങ്ങൾ വെളിച്ചെണ്ണ അവിടെ സ്ഥിരമായിട്ട് ഉപയോഗിക്കുക, അതുകൊണ്ട് വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത്. ഒത്തിരി വേണ്ട, ഇച്ചിരി മതിയാവും, ഒരു രുചിക്ക് വേണ്ടി മാത്രം മതിയായിരിക്കും. കണ്ടോ, ഇനി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുത്തേക്കാം. കണ്ടോ, ഒത്തിരി വെളിച്ചെണ്ണ ഒഴിക്കാതിരിക്കാൻ നല്ലത്. ഇത്തിരി വെളിച്ചെണ്ണ മതി. കണ്ടോ, ഇതുപോലെ ഇരിക്കും. ഇച്ചിരി കൂടുതൽ വെളിച്ചെണ്ണ ഒഴിക്കുമ്പോൾ ഇച്ചിരി നന്നായിട്ട് തളിച്ചിരിക്കും. പക്ഷേ ദോശൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ ഇങ്ങനെ മതി. നന്നായി മുക്കി ഇങ്ങനെ കഴിച്ചേക്കും. കണ്ടോ, അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോസൊക്കെ ഒന്ന് കണ്ട് ചാനലൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.